വർഷങ്ങളായി വിട്ടുമാറാത്ത തലവേദന മൈഗ്രെയിൻ ആണ് എന്നൊരു മിസ്കൺസെപ്റ്റ് മിക്ക ആളുകൾക്കും ഉണ്ട്. പക്ഷേ പല കേസും ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുമ്പോൾ സൈനസൈറ്റിസ് കൊണ്ടാവും അവർക്ക് ഇത്രയും കാലം തലവേദന വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മൈഗ്രെയിനിന്റെ കൂടെ തന്നെ സൈനസൈറ്റിസും ഉണ്ടാവാം. ഇപ്പോൾ ഫേസിന്റെ അല്ലെങ്കിൽ തലയുടെ ഒരു ഭാഗത്തെ സൈനസ് മാത്രമാണ് ഇൻഫെക്റ്റഡ് ആവാന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ മാത്രമാവും പെയിൻ ഉണ്ടാവുക. അതുപോലെ സൈനസൈറ്റിസ് ഉള്ള പല ആളുകൾക്കും തലവേദനയുടെ കൂടെ വൊമിറ്റ് ചെയ്യാൻ വരിക, ലൈറ്റും സൗണ്ടും ബുദ്ധിമുട്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. സോ മൈഗ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന തലവേദനയാണ് പലപ്പോഴും സൈനസൈറ്റിസിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത് മൈഗ്രെയിൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൈനസൈറ്റിസ് പ്രോപ്പറായി മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻഫെക്ഷൻ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, റിപ്പീറ്റഡ് ആയ സൈനസ് ഇൻഫെക്ഷൻ ഫേസിന്റെ ഷേപ്പിൽ അലൈൻമെന്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. കറക്റ്റായി രോഗനിർണയം നടത്താത്തത് കൊണ്ട് തന്നെ ഇവരെടുക്കുന്ന ട്രീറ്റ്മെന്റും ഇഫക്റ്റീവ് ആവില്ല. മൈഗ്രെയിനോ സൈനസൈറ്റിസോ അല്ലെങ്കിൽ റിക്കറന്റ് ആയി തലവേദന വരുന്ന ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.